ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള PSCയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ് ഇനി ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന തസ്തിക. ഇന്നലെ ചേർന്ന PSC കമ്മീഷൻ യോഗത്തിൽ ഈ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BSc കെമിസ്ട്രി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 2017 ലാസ്റ്റ് ഈ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പം ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിന് അതത് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സ്കെയിൽ ഓഫ് പേ റിവൈസ്ഡ് ആണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഒരു സ്കെയിൽ ഓഫ് പേ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്, റിവൈസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ്, അതായത് നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജിയിൽ സെക്കൻഡ് ക്ലാസ്സോടുകൂടി ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് PSC സ്വീകരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതായത് BTech ഫുഡ് ടെക്നോളജി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ സെക്കൻഡ് ക്ലാസ്സോടുകൂടി ഡിഗ്രി ഉണ്ടെങ്കിലും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ഒരു നോട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയാണത്: പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു കാൻഡിഡേറ്റ്സ് വിത്ത് ഫുഡ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ. അതായത് ഫുഡ് ടെക്നോളജിയിൽ ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും റാങ്ക് ലിസ്റ്റിൽ മുൻഗണന കൊടുക്കുക എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം BSc കെമിസ്ട്രി ഉള്ള ഒരാളും ഫുഡ് ടെക്നോളജി കഴിഞ്ഞ ഒരാളുമാണ് റാങ്ക് ലിസ്റ്റ് വരുന്നതെങ്കിൽ ഫുഡ് ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്കായിരിക്കും മുൻഗണന കിട്ടുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്: എക്സ്പീരിയൻസ് ഇൻ ദ അനാലിസിസ് ഓഫ് ഫുഡ്സ്. അതായത് ഫുഡ്സ് അനാലിസിസിലുള്ള എക്സ്പീരിയൻസ് ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അത് നിർബന്ധമല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജിയോ അല്ലെങ്കിൽ BSc കെമിസ്ട്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഈ എക്സാം നടത്തി അഡ്വൈസ് പോയിട്ടുള്ളത് 54 പേർക്കാണ്. അപ്പോൾ 54 പേർക്ക് അഡ്വൈസ് പോയ ഒരു തസ്തികയാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. അപ്പോൾ ഇനി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് ഇത്രത്തോളം അഡ്വൈസ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2020 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല. 2023 മാർച്ചോടുകൂടി ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് റാങ്ക് ലിസ്റ്റിൻ്റെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത് 33.33 മാർക്കും. അതുപോലെ മാക്സിമം മാർക്ക്, അതായത് ഫസ്റ്റ് റാങ്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് അന്ന് 49.33 മാർക്കുമായിരുന്നു ലഭിച്ചിരുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ മെയിൻ ലിസ്റ്റിൽ 56ഓളം കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒന്നെങ്കിൽ പ്രീവിയസ് ആയിട്ട് നടന്ന അഡ്വൈസിൻ്റെ ആനുപാതികമായിട്ടായിരിക്കാം റാങ്ക് ലിസ്റ്റ് വരിക, അല്ലെങ്കിൽ നിലവിലുള്ള വേക്കൻസി എത്രയാണോ അത്രത്തോളം ആയിരിക്കാം പുതിയൊരു റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ PSC തീരുമാനം എടുക്കുന്നത് ഈ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി ഒക്കെ കഴിഞ്ഞവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു അവസരം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഫുഡ് ടെക്നോളജിയിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഇപ്പം ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്, ഫുഡ് ടെക്നോളജി ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യത വരും. അപ്പോൾ ഫുഡ് ടെക്നോളജിയിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും, അല്ലെങ്കിൽ BSc കെമിസ്ട്രി കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഏണസ് അക്കാദമിയിൽ അപ്പോൾ ഇനിയും നോട്ടിഫിക്കേഷൻ വരുന്ന ഈ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇനി വരും ദിവസങ്ങളിൽ ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.